ഓഫ് ഓ മൈ ഫേവറേറ്റ്. അതേപോലെ എൻ്റെ ഫേവററ്റ് ബുക്കായത് ദിസ് ഇസ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയിൽ കാർണിഗി. ഹാൻഡ്സ് ഡൗൺ ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ളതിനകത്ത് എനിക്ക് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ദിസ് ഇസ് സച്ച് എ ഗുഡ് ബുക്ക്, സച്ച് എ ലെസൺ ഫോർ മൈ ലൈഫ്. ആദ്യമേ എൻ്റെ ബുക്കിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഡെയിൽ കാർണിഗിനെ കുറിച്ച് പറയാം. ഈ ബുക്കൊക്കെ പഴയ കാലത്ത് എഴുതിയതാണ്. പഴയ കാലം എന്ന് പറഞ്ഞാൽ 1950s മുന്നേ എഴുതിയ ബുക്ക്. അങ്ങനെ എഴുതിയ ബുക്കിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എഴുതിയ ബുക്ക് മെജോറിറ്റി ഓഫ് ദി ബുക്കും മാസ് മാർക്കറ്റിങ്ങിനും പബ്ലിഷിങ്ങിനും ഫെയിമിനും പൈസയ്ക്കും വേണ്ടി എഴുതിയില്ല. ആ സമയത്തേക്ക് റിയൽ ആയിട്ടുള്ള ഇൻതൂസിയാസ്റ്റുകളുണ്ടായിരുന്നു. റിയൽ ആയിട്ട് സൈക്കോളജിയെക്കുറിച്ച് അറിയാൻ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ, റിയൽ ആയിട്ട് എന്താ അവർക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം. അവരുടെ റിയൽ ഫൈൻഡിങ്സ് എല്ലാം കൂടെ കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന പുസ്തകങ്ങളൊക്കെ ആ ജനറേഷനിൽ. അതേ ഉള്ളൊരു സാധനമാണിത്. ഡെയിൽ കാർണിഗി എന്ന് പറഞ്ഞൊരു മച്ചാൻ എന്താ പറയുക, ഹി വാസ് എ ടീച്ചറായിരുന്നു ഏർലി ഓൺ ഹിസ് പ്രൊഫഷൻ. ടീച്ചിങ് കഴിഞ്ഞിട്ട് നേരെ പുള്ളി മോട്ടിവേഷണൽ സ്പീക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ സ്പീക്കിംഗ്, എങ്ങനെ മാസ് കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, റിലേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ആൾക്കാരെ ഇങ്ങനെയൊക്കെ ട്യൂട്ടറിങ്ങും പേഴ്സണൽ ഡെവലപ്മെൻറ്റ് കോഴ്സസും കൊടുത്ത് ആൻഡ് അങ്ങനെ കൊടുത്ത് ഒരുപാട് എന്താ പറയുക ഡിബേറ്റ്സിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തപ്പം ഹി അണ്ടർസ്റ്റുഡ് സംതിങ്. ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈസിയസ്റ്റ് വേ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. ആൻഡ് അതിനകത്തുനിന്ന് പുള്ളി എന്താ പറയുക ഒരു ഹോളി ബൈബിളാണ് എഴുതി വെച്ചേക്കുന്നത്. ദിസ് ഈസ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയിൽ കാർണിഗി ആൻഡ് ദിസ് ഇസ് ഫ്രീ. ആൻഡ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ഈ ബുക്ക് വായിക്കണമെങ്കിൽ നിങ്ങൾ കൂടെ ഒരു നോട്ട് പാഡ് വെച്ചേ വായിക്കുക. കാരണം എനിക്ക് ലിറ്ററലി എൻ്റെ 3 ഇയർ ഓഫ് കോളേജ് പഠിച്ചതിനെക്കാട്ടിയും കൂടുതൽ അറിവുണ്ട്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ഈ ബുക്ക് ഇപ്പോഴേലും ഞാൻ വായിച്ചെന്ന്. ഈ ബുക്കിന് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സെറ്റിങ്ങിൽ പോവുക, ഒരു പാർട്ടി, നിങ്ങൾക്കിപ്പം യു വോണ്ട് ടു മേക്ക് കോൺടാക്ട്സ്, നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യണം, നിങ്ങൾക്കൊരു ഓൺട്രപ്രന്യൂവൽ ജേർണിയാണ്, അല്ലെ നിങ്ങൾക്ക് മാക്സിമം ആൾക്കാരെ അറിഞ്ഞിരിക്കണം. എപ്പോഴും നമുക്കറിയാം റിയൽ വേൾഡിലേക്ക് സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പം കോൺടാക്ട്സ് ആണ് മണിയാണ് നെറ്റ്വർക്കാണ് പൈസ. പരസ്പരം അറിഞ്ഞിരിക്കണം. അതേപോലെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആയിരിക്കണം. പീപ്പിളിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അവരെയൊക്കെ നിങ്ങളുടെ ഒരു ക്യൂരിയസ് പോയിന്റിലേക്ക് ലൂർ ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെയുള്ളൊരു സൈക്കോളജിക്കൽ ട്രിക്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നൊരു ബുക്കായത്. ഇതിനകത്ത് ഫസ്റ്റ് ഒരു സിമ്പിൾ ലെസൺ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ റീസെൻ്റ്ലി ബാംഗ്ലൂർ പോയി. ഞാൻ ഈ ബുക്കൊക്കെ വായിച്ച് എനിക്കൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോയത്. അപ്പം അവിടെ ഒരു മച്ചാനുണ്ട്. ആ മച്ചാൻ ഈസ് എ ഗ്രേറ്റ് ഓൺട്രപ്രന്യൂർ. പുള്ളി ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അതൊക്കെ പുള്ളി പക്ഷേ പുള്ളിയുടെ അടുത്ത് ആരും അങ്ങനെ സംസാരിക്കാറില്ല. പുള്ളി എന്താ പറയുക ഇച്ചിരി ജാടയാണ്, പുള്ളി ഇച്ചിരി ആറ്റിറ്റ്യൂഡൊക്കെയാണ് എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്നും കാര്യമാക്കിയില്ല. ഐ വെൻറ്റ് സ്ട്രൈറ്റ് അഹെഡ്. ഡെയിൽ കാർണിഗി പറഞ്ഞവൻ്റെ ടെക്നിക്കായി ഉദ്ദേശിച്ചത്, അയാളുടെ ഈഗോ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക. അയാൾ പറയുന്നത് കേട്ടിരുന്നിട്ട്, നിങ്ങൾ കിടില മനുഷ്യനാണല്ലോ, നിങ്ങൾ ഇത്രയ്ക്ക് കിടിലമാണല്ലോ, നിങ്ങൾ എന്താ പറയുക, ഇത്ര അച്ചീവ് ചെയ്തിട്ടുണ്ട്, യു ആർ എൻ ഓവർ അച്ചീവർ. മച്ചാൻ ഈഗോ ഒന്ന് ഞാൻ ജസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളേ. എന്നിട്ട് ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് ഫോർ അഡ്വൈസ്. ഒരിക്കലും നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ഞാൻ അഡ്വൈസ് ആണ് ചോദിച്ചത്. ഇപ്പം എൻ്റെ ബിസിനസ്സിനകത്ത് ഇങ്ങനെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ട് അതെങ്ങനെ എന്താ പറയുക അതെങ്ങനെ സോൾവ് ചെയ്യും ബ്രോ എന്നല്ല ചോദിച്ചത്. ബ്രോയിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഇങ്ങനെയൊക്കെ ബ്രോ എങ്ങനെ സോൾവ് ചെയ്ത ബ്രോ, എന്തായാലും ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആണ്. ഞാൻ അഡ്വൈസ് ചോദിച്ചു. ആൻഡ് പുള്ളി അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ പിറ്റേന്ന് ഞാൻ പുള്ളീനോട് സംസാരിച്ചപ്പോൾ രാവിലെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ബ്രോ ഞാൻ നിങ്ങൾ പറഞ്ഞ കുറച്ച് ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ഇറ്റ് വൈൽ സ്ലീപ്പിംഗ് ആൻഡ് ഐ ഡിസ്കസ്ഡ് ഇറ്റ് വിത്ത് മൈ വൈഫ് ആൻഡ് ഐ കെയിം അപ്പ് വിത്ത് ദീസ് സൊല്യൂഷൻ. ഞാൻ ഞെട്ടിപ്പോയി. ഐ വാസ് ലൈക്ക് ശരിക്കും അങ്ങനെ ഒരു പോയിന്റ് ആയിരുന്നു. അപ്പം ഗൈസ്, ഈ ബുക്ക് ഒരു ഹോളി ബൈബിൾ തന്നെയാണ്. ആൻഡ് ട്രൈ ടു ഇംപ്ലിമെൻറ്റ് ഇൻ യുവർ റിയൽ ലൈഫ്. എൻ്റെ ലൈഫിൽ അത് ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ, സിംപ്ലി ആസ് ആൻ ഓൺട്രപ്രന്യൂർ എനിക്കിപ്പോൾ ഒരുപാട് പേരെ ഹയർ ചെയ്യണം, എനിക്ക് ഒരുപാട് പേരെ അടുത്ത് എന്താ പറയുക വഴക്ക് പറയേണ്ടിയൊക്കെ വരുന്ന അവസ്ഥകളിലൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഐ ഫെൽറ്റ് ബാഡ്. വഴക്ക് പറയുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഈ റീവർക്ക് ചെയ്യണം. എസ്പെഷ്യലി ഞാനൊരു മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ ഒരുപാട് റീവർക്കും റിവിഷൻസും ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരുന്നു അവരത് റീവർക്ക് ചെയ്യാൻ പറയണം. പക്ഷേ ഡെയിൽ കാർണിഗിയുടെ ഒരു എന്താ പറയുക പുള്ളിക്കാരെ സജസ്റ്റ് ചെയ്ത ഒരു രീതിയിൽ ഞാൻ അപ്രോച്ച് ചെയ്ത് നോക്കി. ഐ ഫെൽറ്റ് ഇമ്മെൻസ് പോസിറ്റീവ് റെസ്പോൺസ്. ഞാനൊരിക്കലും
എന്താ റീവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുന്നതിന് പകരം ഐ സ്റ്റാർട്ടഡ് അവരുടെ ഓൺ അഡ്വൈസ് എടുത്ത് ഇത് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കണമെങ്കിൽ ഏതൊക്കെ കളേഴ്സ് അത് യൂസ് ചെയ്യേണ്ടത്, നമുക്ക് ഇച്ചിരി കൂടെ നമ്മുടെ മാസ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെ എന്താ പറയണത്, ഇച്ചിരി കൂടെ ലോക്കൽ ഓഡിയൻസ്, അപ്പോൾ അവർക്ക് ഇച്ചിരി കൂടെ പോപ്പി ആയിട്ടുള്ള കളേഴ്സ് ഇല്ല. അപ്പോൾ നീ ഏതൊക്കെ കളേഴ്സ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? അവരുടെ സജഷൻസും അവർക്ക് ആ ഒരു സുപ്രീം പൊസിഷൻ കൊടുത്തിട്ട് അവർക്ക് ആ ഫ്രീഡം കൊടുത്ത് മീൻസ് അങ്ങനത്തെയൊക്കെ ഒരുപാട് സ്മോൾ സൈക്കോളജിക്കൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ ബുക്ക് നിറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് എന്താ പറയണത്, റീഡബിലിറ്റി അല്ലെ വായിക്കാനുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിൾ ഇംഗ്ലീഷ്, ഒരു പാടുമില്ല, ആർക്ക് വായിക്കാം. എനിക്ക് 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ പിള്ളേർക്ക് തന്നെ വായിക്കാം. സോ ഗൈസ്, ഏർലി ഓൺ നിങ്ങൾ സ്കൂളിലൊക്കെ ഇത് വായിക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഞാൻ എൻ്റെ കോളേജിൽ പൊളിറ്റിക്സിനകത്ത് ഒരുപാടൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഉള്ള സമയത്ത് ഞാൻ ഇച്ചിരി നാൾ പ്രൈമായിട്ട് നിൽക്കുമ്പം എനിക്കിത് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ തോട്ടിൽ ആദ്യമേ വന്നാൽ ഇതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി ഹെൽപ്പ് ചെയ്തേക്കണേ. സോ പൊളിറ്റിക്സ്, ബിസിനസ്, കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ്, ടീച്ചേഴ്സിനെയും പ്രൊഫസേഴ്സിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഹോളി ബൈബിളാണ്. ഡെയിൽ കാർനെഗി വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹൗ ടു ലീഡ് ലൈഫ് എന്നോ അങ്ങനെ എന്തോ, സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്നത്, സ്ട്രെസ്സ് മാറ്റിയിട്ട് ഒരു ഹാപ്പി ലൈഫായിട്ട് ജീവിക്കുക. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു വരും ഈ മച്ചാൻ സൂയിസൈഡ് ചെയ്തതല്ലേ. ഈ കോൺട്രവേഴ്സിയൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഹീ ഡിഡ് നോട്ട് സൂസൈഡ്. പുള്ളിക്കാരൻ ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ വന്നാണ് മരിച്ചത്. ഇതൊക്കെ ഹെയ്റ്റേഴ്സ് തന്നെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. സോ എനിക്ക് ഇത്ര പറയുള്ളൂ, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഇസ് വൺ ഓഫ് എൻ്റെ ഹോളി ബൈബിൾ കളക്ഷനകത്ത് വരുന്നൊരു ബുക്കാണ്. ഞാൻ എന്തായാലും 2-3 വർഷം കഴിഞ്ഞാൽ റീഡ് ചെയ്യും. കാരണം എളുപ്പമാണ്, ഇറ്റ്സ് ഈസി ടു റീഡ്, ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് ആണ്, നല്ല നറേറ്റീവ് സ്റ്റൈലാണ്, നമുക്കൊട്ടും ബോറടിപ്പിക്കാത്തതില്ല. കാരണം ചാപ്റ്റർ വൈസ് ആയത് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം ഒരു 10-20 പേജസ് ഒക്കെ 20 പേജസ് മിനിമം ടാക്കിൾ ചെയ്യുന്നതിനൊന്നും ഒട്ടും വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അത് ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെന്ന് പറയുമ്പോൾ ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ പുള്ളി ലാഗ് അടിപ്പിക്കത്തില്ല. ചാപ്റ്റർ വൈസ് പോവുകയാണെങ്കിൽ 1-2 കഥ പറഞ്ഞിട്ട് അതിനകത്തുള്ള എക്സാമ്പിൾ കോട്ട് ചെയ്ത് അതിനകത്ത് സിറ്റുവേഷൻസ് കോട്ട് ചെയ്തൊക്കെ പോവുക. അതുകൊണ്ട് നമുക്ക് നോട്ട്സ് എടുക്കാനും അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കാനൊക്കെ എളുപ്പമാണ്. ഞാനിപ്പോൾ എനിക്ക് ഉറപ്പായിട്ട് ഞാൻ ഒരു വിത്തിൻ 2 ഇയേഴ്സ് എൻ്റെ നോട്ട്സ് എഴുതി വെച്ചേക്കുന്നത് അത് മാത്രം റീഡ് ചെയ്തു പോകും. അപ്പോൾ എനിക്ക് എല്ലാം റീകളക്ട് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് 6:56, 7 മിനിറ്റായി. ഇറ്റ്സ് മീ ശ്രീ ഹിയർ. ഈ പുസ്തകം എല്ലാവർക്കും റെക്കമെൻഡഡ് ആണ്. ഇറ്റ്സ് എന്താ പറയുക, ഡെയിൽ കാർനെഗീനെ അറിയാവുന്നവർക്ക് അറിയാം, പുള്ളിയാണ് ഈ സെൽഫ് ബിൽഡിംഗ് സൈക്കോളജി എന്ന് പറയുക സെൽഫ് ബിൽഡിംഗ് ബുക്സിനകത്തൊക്കെ ഒരു പൈനിയർ പില്ലറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബുക്കാണ്. മസ്റ്റ് റീഡ്. ഐ ലവ് ദിസ് ബുക്ക് ആൻഡ് എല്ലാവർക്കും റെക്കമെൻഡഡ്.